അങ്ങനെ പറഞ്ഞ അവൻ്റെ നാന്ത കള്ളുഷാപ്പിലെ ജോലിക്കാൻ അതിൻ്റെ വിവരം സത്യമാണ്. എൻ്റെ അപ്പനെ കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു കേട്ടോ. അതെ, സത്യമാണ്. എനിക്കത് അഭിമാനമാണ്. പക്ഷെ അപ്പം കള്ളുഷാപ്പിൽ ജോലിയാണെങ്കിലും കള്ളു കുടിക്കുകയില്ലായിരുന്നു. നിനക്ക് കള്ളുഷാപ്പിൽ ജോലി ഇല്ലെങ്കിലും കുടിച്ച് പൂസായി 4 കാലം വെളിവില്ലാറാ നീ നടന്നത്. എനിക്ക് വലിയ പ്രാഗൽഭ്യമാണ് പറയുന്നത്. കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് എൻ്റെ അപ്പൻ. എൻ്റെ അമ്മ ഞാൻ പാടത്ത് പണിയെടുത്തു. എന്ത് കഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെയൊക്കെ അമ്മമാരും അങ്ങനെ. ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടാണ് എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്. അതെ, അമ്മയുടെ കൂടെ ഞാനെന്ത് ഇവിടെ എല്ലാം കൊയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ എല്ലാം സംഭിച്ചായ സകല ജോലി അറിയാം. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ജോലിയാന്ന് പറഞ്ഞാൽ ഞാൻ വകവെച്ചും കൊടുക്കുകയല്ല. അത് വേറെ കേസ്. ഞങ്ങളുടെ സഭയിലെ ഞായറാഴ്ചയൊക്കെ ഭക്ഷണമുണ്ട്. വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കും. ഇന്നലെ നിലമ്പൂർ കൺവെൻഷൻ കഴിഞ്ഞ് വെച്ച് നിലമ്പൂർ പോകുന്നതിന് മുന്നേ മീൻ കറി വെച്ചാ പോയത്. നല്ല മീൻ കറി അല്ലായിരുന്നോ? നിങ്ങൾ കൂട്ടി വെച്ച് പിന്നെ മിണ്ടായിരിക്കും. അതെ, കറി വെച്ച് ഞാൻ പോയി. ഇന്ന് വെളുപ്പിനെ 4 അയലയോ 4 കേരമീൻ എങ്ങനെയാ കൂട്ടിയത്? കേര അങ്ങോട്ട് വാ. അവര് പെണ്ണല്ല. അതെ, കുറ്റമല്ല. ചേച്ചി ഞാൻ പോയി. ഇന്ന് വെളുപ്പിനെ 4:45 നിലമ്പൂരിൽ നിന്ന് വന്നപ്പോൾ 4:45 വന്ന ഉടനെ ഞാൻ ഉറങ്ങിയില്ല. വന്ന ഉടനെ പാട്ട് പാടി 3-4 പാട്ട് പാടി തമ്പേറടിച്ച് പാട്ട് പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചു അടുക്കളയിലോട്ട് കയറി. ഒരു ഉമ്മ വരുന്നുണ്ട്, സഹായമൊക്കെ ചെയ്യും. ഉള്ളി പൊളിക്കാനും ഒക്കെ നല്ല ധൃതി ചെയ്ത്. വീട്ടിലുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ചോറും വെച്ച് സാമ്പാറും വെച്ചു, അവിയലും ഒക്കെ വെച്ചു, പായസം ഉണ്ടാക്കി. നല്ല പായസം അല്ലായിരുന്നു. തമാശ പറഞ്ഞതല്ല. ചെയ്യും, ജോലിയൊക്കെ ചെയ്യും. നിങ്ങളുമൊക്കെ ചെയ്യും. ചിലക്ക് പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു ജോലി കഷത്തെ ഇഷ്ടീകരിക്കും പോലെ. ഞങ്ങളുടെ ഒരു കുഞ്ഞോളമ്മ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, അനീഷ് പാസ്റ്റർ എന്തോ അമ്മാമ്മേ BTH എടുത്താ മീൻ മേടിക്കാൻ മേലെ? ഞാൻ ചോദിച്ചു അങ്ങനെ. അല്ല, മോൻ BTH ആ. അവനോട് ഞാൻ പറഞ്ഞു, എടാ അങ്ങോട്ട് ചെന്നിച്ചിട്ട് മീൻ വേണം. അവൻ പറഞ്ഞു ഞാൻ BTH ആന്ന്. BTH എടുത്താ കടയിൽ പോയി മീൻ. ഞാൻ പറഞ്ഞു BTH എടുക്കുന്നതിന് മീൻ മേടിക്കുന്നതിന് BTH-ആയിട്ട് യാതൊരു ചെയ്യണം കേട്ടോ. നല്ല മനോഭാവത്തോടെ നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. അപ്പോൾ ഓടിച്ചു നിർത്താം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും പിന്നെ അടുത്ത വാക്യം വായിച്ചു നിർത്തുക. യേശു